2024 ജാനുവരി മാസം മുതൽ 2024 ഡിസംബർ 31 വരെയുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ചിത്തിര നക്ഷത്രം ആദ്യ പകുതി കന്നിയിലും ബാക്കി പകുതി തുലാക്കൂറിലാണ് വരിക. അപ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ പൂർവാർദ്ധം എന്ന് പറയും. അപ്പോൾ അത് കന്നിയിലാവുമ്പോൾ 2024 അതായത് ഏപ്രിൽ മാസം കഴിയുന്നത് വരെ ഈ കന്നിക്കൂറിലുള്ളവർക്ക് അഷ്ടമത്തിലാണ് വ്യാഴം വരിക. അപ്പോൾ ഈ അഷ്ടമത്തിൽ വ്യാഴം വരുമ്പോൾ നമുക്ക് ഇപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എപ്പോഴും തടസ്സങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ കയ്യിൽ വരുന്ന ധനം പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞു പോവുക. നമ്മൾ പറയില്ലേ, കയ്യിൽ കിട്ടിയുള്ളൂ, ഇപ്പോൾ കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ വന്നു അപ്പോൾ തന്നെ അത് പോയി എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു 4 മാസം വരയ്ക്ക് നടക്കുക. അപ്പം അത് കഴിഞ്ഞാൽ ഇവർക്ക് 9ലേക്കാണ് ഈ വ്യാഴത്തിൻ്റെ മാറ്റം പോകുന്നത്. വ്യാഴം 9ലേക്ക് വരുമ്പോൾ ഭാഗ്യസ്ഥാനാണ്. ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം വരുന്നത് ഏറ്റവും ശോഭനമായ ഫലങ്ങൾ നമുക്ക് കിട്ടും. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കന്നിയിൽ നിൽക്കുന്നവർ, ഈ നക്ഷത്രക്കാർ 7ാം ഭാവത്തിലാണ് നമുക്ക് രാഹു. 7ൽ രാഹു നിൽക്കുമ്പോൾ അതും വ്യാഴക്ഷേത്രത്തിലാണ്. അപ്പോൾ വ്യാഴം എപ്പോഴും നമുക്ക് ധനമായിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും അങ്ങനെ തടസ്സം വരിക. എന്തിനു പോയാലും ധനം അങ്ങോട്ട് കിട്ടില്ല, അങ്ങനത്തെ ഒരവസ്ഥ നമുക്ക് വരും. ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊഴിലുകൾ, വിദേശത്ത് പോയിട്ട് തൊഴിലും പിന്നെ അതേപോലെ പഠിക്കാനൊക്കെ പോകുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളെ ചിത്രക്കാരെ സംബന്ധിച്ച് അവർ എപ്പോഴും ഇപ്പോൾ പെട്ടെന്ന് പോരാനൊന്നും നോക്കണ്ട. അവർക്ക് ഏപ്രിൽ മാസം കഴിഞ്ഞാൽ നല്ലൊരു ഓഫർ അവിടെ ഉണ്ടായിരിക്കും. പുതിയ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനും ഏറ്റവും പുതിയ തൊഴിൽ മേഖലയിൽ എത്തിപ്പെടാനും നമുക്ക് സാധിക്കുന്നൊരു സമയമാണ്. അപ്പം അതേപോലെ തന്നെ അവർ എപ്പോഴും രോഗങ്ങളുണ്ടാവും. ഇത് തുമ്മൽ, കാലുവേദന, കാലുവലിച്ചൽ, അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുണ്ടാവും. അപ്പം അതൊന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു 4-5 മാസം കൂടി നിലനിൽക്കും. 4 മാസം കഴിഞ്ഞാൽ ഇതൊക്കെ മാറുന്നതായിരിക്കും. അപ്പോൾ ഇവർ പിന്നെ അതേപോലെ സ്ത്രീകളാണെങ്കിൽ ലഗ്നത്തിൽ തന്നെയാണ് കേതു. അതായത് ആ കന്നി രാശിയിൽ തന്നെ കേതു നിൽക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. സാമ്പത്തികമായിട്ടില്ലായ്ക വരുമ്പോൾ ഒന്നും കൂടി ദേഷ്യം വരും. അപ്പോൾ ആ ദേഷ്യത്തെയും കോപത്തേക്ക് നടക്കേണ്ട ഒരു കാലഘട്ടം കൂടിയിട്ടാണ്. കുട്ടികളാണെങ്കിലും പഠിക്കാനൊരു പിന്നിലേക്ക് പോകും. വാഹനാദികൾ കൊണ്ടുപോകുമ്പോൾ, അതായത് വാഹനങ്ങളൊക്കെ പോകുമ്പോൾ എപ്പോഴും അപകടങ്ങളോ ആക്സിഡൻറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവാനായിട്ട് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. അതൊക്കെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. പിന്നെ ഈ ഏപ്രിൽ കഴിഞ്ഞാലാണ് 9ലേക്ക് വരുമ്പോഴാണ് പിന്നെ ഒരു ആശ്വാസമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. പക്ഷേ ഈ 7ലെ രാഹു, 7ൽ ഉണ്ടാകുന്ന രാഹുവിനെ വളരെ സൂക്ഷിക്കണം. എന്നുവെച്ചാൽ കുടുംബത്തിലുണ്ടാകുന്ന കലഹങ്ങൾ ഉണ്ടാവും. നിവർത്തി സ്ഥാനമാണല്ലോ രാഹു. അപ്പോൾ അവിടെ തന്നെ കലഹങ്ങൾ ഉണ്ടാവും. കുട്ടികളുടെ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയും രാഹു കേതു നിൽക്കുന്നത് കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 2024 ഏപ്രിൽ കഴിഞ്ഞ 9ലേക്ക് വ്യാഴം വരുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നാലും രാഹുവിനെ നമ്മൾ സൂക്ഷിക്കണം. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങളുടെ രാശിയിൽ, നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ശനിയും രാഹുവും ഒക്കെ എവിടെയാണ് നിൽക്കുന്നത്, നിങ്ങളുടെ ദശാകാലം എന്താണ്, അതൊക്കെ നോക്കിയിട്ട് ഇതിലൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴമായതുകൊണ്ട് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവാം, കൃഷ്ണനെ പറ്റത്തക്ക വഴിപാടുകളൊക്കെ ചെയ്യാം നമുക്ക് പറ്റുന്നത്. അതേപോലെ ഗണപതിക്ക് നമുക്ക് മുട്ട ഇറക്കി പ്രാർത്ഥിക്കാം. ദേവീ ക്ഷേത്രത്തിൽ പോകണം. എന്തായാലും കേതുവാണ്. അപ്പോൾ കേതു കുജന് വധു കേതു എന്നാണ് പറയുക. ഇപ്പോൾ ലഗ്നത്തിൽ തന്നെ കേതു നിൽക്കുമ്പോൾ ദേവീ ക്ഷേത്രത്തിൽ പോയി ദേവിക്ക് ചുവന്ന പൂവില്ലേ, ഈ ചെത്തിപ്പൂ കൊണ്ടൊക്കെ പൂജ കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അർച്ചന, നിങ്ങളുടെ പേര് നക്ഷത്രമൊക്കെ വെച്ചിട്ട് അർച്ചന കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ എപ്പോഴും രോഗാവസ്ഥയാണ് നമുക്കുണ്ടാവുക. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്താനായിട്ട് നമുക്ക് സാധിക്കും. ശിവൻ്റെ അമ്പലത്തിൽ പോവാം, ശിവന് രുദ്രാഭിഷേകം കൊടുക്കാം. 6ലാണ്. അപ്പോൾ എന്തൊക്കെ വിഷയങ്ങൾ വന്നാലും രുദ്രനായിരിക്കുന്ന ദേവന് ഒരു അഭിഷേകം കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല ഗുണങ്ങളാണ് കിട്ടുക. അപ്പോൾ 2024 നമുക്ക് ഈ കന്നിക്കൂറിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ബാക്കിയുള്ള പൂർവാർദ്ധം കഴിഞ്ഞു ഉത്തരാർദ്ധത്തിലേക്ക് വരുമ്പോൾ തുലാക്കൂറിലാണ് വരുന്നത്. അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് 7ലാണ് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ 7ൽ വ്യാഴം നിൽക്കുന്നത് നല്ലൊരു സമയമാണ്. 7ൽ നിവർത്തി സ്ഥാനത്ത് ഏറ്റവും നല്ല സമയത്തിലാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഇനി അഷ്ടമത്തിലേക്കാണ് പോവുക. അതായത് ഏപ്രിൽ കഴിഞ്ഞ അഷ്ടമഭാവം. അഷ്ടമത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ആ പുരോഗതിയൊക്കെ ഇത്തിരി കുറഞ്ഞു വരും.
ധനനഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുള്ളതൊക്കെ ഇങ്ങനെ ഭൂമിയൊക്കെ ആണെങ്കിൽ പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. എല്ലാത്തിനും ഒരു ബ്ലോക്ക് വരുന്നൊരു സമയമാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് 4 മാസം കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കണം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ടിലേക്കുള്ള വഴികളൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. കുട്ടികളാണെങ്കിൽ വിദേശത്തൊക്കെ പോകുന്ന കുട്ടികൾ ഈ ഒരു 4-5 മാസം കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മളൊരു ജോലിയിലേക്ക്, ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ അത് പിടിച്ചു നിൽക്കണം. അത് പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. എന്തെങ്കിലും ഒരു ജോലി, നമുക്ക് വലിയ വരുമാനം നോക്കാതെ എന്തെങ്കിലും ഒരു ജോലി കിട്ടി അവിടെ തന്നെ പിടിച്ചു നിൽക്കണം. പിന്നെ അതുപോലെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല. അഷ്ടമത്തിൽ വ്യാഴം വന്നുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നുവെച്ചാൽ അഷ്ടമത്തിൽ വ്യാഴം പഠിപ്പിനെ ബാധിക്കുന്നില്ല. ഇത് തൊഴിൽ മേഖലയും കുടുംബത്തിലുള്ള പ്രശ്നങ്ങളും സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ തൊഴിൽ, അങ്ങനെയുള്ള ഭാവങ്ങളാണ് ഈ അഷ്ടമത്തിലെ അഷ്ടമത്തിലേക്ക് വ്യാഴം വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം വരുന്നുള്ളൂ. കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. പിന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഗ്രഹനില പരിശോധിക്കണം. അതായത് തുലാക്കൂറിൽ നിൽക്കുന്ന ചിത്ര നക്ഷത്രക്കാർ ഗ്രഹനില നല്ലവണ്ണം പരിശോധിച്ച് അവിടെ വ്യാഴവും ഈ രാഹുവും ഒക്കെ നിൽക്കുന്നത് എവിടെയാണെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ അതിൻ്റെ ആയിട്ടുള്ള പൂജകൾ, അതിന് പരിഹാരങ്ങളുണ്ടല്ലോ എല്ലാത്തിനും. അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ഈ വ്യാഴത്തിന് നമ്മൾ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക. ഗുരുവായൂർ പോകുമ്പോൾ എന്തായാലും പറ്റത്തക്ക വിധത്തിലുള്ള പാൽപ്പായസം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ദേവിയുണ്ട്, ദേവീ ക്ഷേത്രമുണ്ട്, അവിടെ അടൽ നിവേദ്യം കൊടുക്കുക. ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് നീരാഞ്ജനം വഴിപാട് കൊടുക്കുക. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം കൊടുക്കുക. പിന്നെ രാഹു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുലാക്കൂറുകാർക്ക് 6-ലാണ് രാഹു. അപ്പോഴും സ്കിന്നിലൊക്കെ രോഗം ഉണ്ടാവും. പെട്ടെന്ന് അപകടങ്ങളൊക്കെ ഉണ്ടാക്കാനും കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ 12-ലാണല്ലോ ഉറക്കക്കുറവൊക്കെ ഉണ്ടാവും. 12-ൽ കേതു നിൽക്കുമ്പോൾ അതിനൊക്കെ ഈ രാഹുവിനും കേതുവിനൊക്കെ പൂജ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഈ പൂജകളൊക്കെ നടത്തിയ ഈ ഒരു വർഷം വലിയ പ്രതിസന്ധികളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.